ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള പുന്നത്തൂർ കോട്ടയിൽ ആനകളെ മർദ്ദിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ആർക്കാണ് ആനക്കോട്ടയുടെ ചുമതലയെന്ന് ആരാഞ്ഞ കോടതി വിഷയത്തിൽ ആർക്കൊക്കെതിരെ നടപടിയെടുത്തതെന്ന് അറിയിക്കാനും ആവശ്യപ്പെട്ടു. കേസിൽ ചൊവ്വാഴ്ചക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ആനക്കോട്ടയിൽ പാപ്പാന്മാർ ആനകളെ മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷ പ്രതികരണവും കടുത്ത നടപടികളുമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ആർക്കാണ് ആനക്കോട്ടയുടെ ചുമതലയെന്നാരാഞ്ഞ കോടതി ആനകളെ മർദ്ദിച്ച സംഭവത്തിൽ ആർക്കൊക്കെതിരെ നടപടിയെടുത്തെന്നും ആരാഞ്ഞു. എന്താണ് ആനക്കോട്ടയിൽ നടക്കുന്നതെന്ന് അറിവുണ്ടോ എന്ന് ഗുരുവായൂർ ദേവസ്വത്തോട് കോടതി ചോദിച്ചു. മാനേജിംഗ് കമ്മിറ്റിക്ക് ഇതിൽ ഉത്തരവാദിത്വം വേണ്ടതില്ലേ എന്നും കോടതി ആരായുകയുണ്ടായി. ആനകളുടെ സംരക്ഷണം സംബന്ധിച്ച് എല്ലാവിധ ഉത്തരവുകളും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് കോടതി ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിച്ചു. ആനകളോട് ക്രൂരമായി പെരുമാറുന്നവർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാവണം. ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് ആനകളെ പീഡിപ്പിക്കുന്ന പാപ്പാന്മാർക്കെതിരെയും കർശന നടപടി വേണം. ആനക്കോട്ടയിൽ CCTV സ്ഥാപിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അതേസമയം ആനകൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയെന്ന് ചൊവ്വാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, G. ഗിരീഷ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.